யோகன்னான் 8:36. யோவான் 8ஆம் அதிகாரம் 36ஆம் வசனம். Gospel according to John 8:36. புத்திரன் നിങ്ങൾക്ക് சுவாதந்திரியம் வருத்தியால் நீங்கள் சாட்சால் சுவாதந்தர் ஆகும். ஆருமில்லை ഇവിടെ. குமாரன் உங்களை விடுதலையாக்கினால் மெய்யாகவே நீங்கள் விடுதலை ஆவீர்கள். Therefore the Bible says, if the Son makes you free, you are free indeed. Amen. Amen. Hallelujah. And therefore, if the Son of God Jesus Christ makes you free, you are free indeed. வானத்திலிருந்து பூமியில் வந்த தேவகுமாரன் உங்களை விடுதலையாக்கினால் மெய்யாகவே நீங்கள் விடுதலை ஆவீர்கள். தெய்வபுத்திரன் கிறிஸ்து നിങ്ങൾക്ക് சுவாதந்திரியம் നൽകിയാൽ சாட்சால் നിങ്ങൾ சுவாதந்தர் ஆகும். ஆமென். ஆமென். கலாத்திய சபைக்கு லேഖനം எழுதுമ്പോൾ பவுலப்போஸ்தலன் ஒரு ஸ்டேட்மெண்ட் எழுதுன. My brother and sister in Christ in Galatian church, you have been called for freedom. ஒரு நேர ஆகாரத்தினாய் அல்ல நீங்கள் விളിക്കപ്പെട്ടിരിക്കുന്നത്. ஒரு நாடகம் சினிமா കാണാൻ அல்ல നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു മുഖാന്തരം ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം കരസ്ഥമാക്കുവാൻ. ആമേൻ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 5:13. ഓരോ വള്ളി പുള്ളി വാക്ക് വചനം വരി ഒരു പ്രസംഗത്തിന് തുല്യം. ഓരോ വാക്കും വിട്ടുകളയരുത്. ചെവിയിൽ കൂടെ കേൾക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, ഹൃദയം കൊണ്ട് കേൾക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനമുള്ള തീരും. You have been called for freedom in Christ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:13 വചനത്തിൽ അപ്പോസ്തലൻ പൗലോസ് എഴുതുന്നു, നിങ്ങൾ ക്രിസ്തു മുഖാന്തരം ലഭ്യമാകുന്ന സ്വാതന്ത്ര്യത്തിനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം വചനത്തിലും 5-ാം അധ്യായം 1-ാം വചനത്തിലും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം വചനത്തിലും എഴുതുന്നു. ആ സ്വാതന്ത്ര്യം, ക്രിസ്തു നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം, നിങ്ങളുടെ ജഡത്തിന് അവസരം ഒരുക്കി കൊടുക്കുന്ന സ്വാതന്ത്ര്യം അല്ല. ആമേൻ. ആമേൻ. യേശു നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നിങ്ങളുടെ ജഡത്തെ സുഖിപ്പിക്കുവാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന സ്വാതന്ത്ര്യം അല്ല. നമ്പർ 1. രണ്ടാമത്, അതേ ലേഖനത്തിൽ ഗലാത്യർ 5:1, ഗലാത്യർ 5:13 രണ്ടാമത് മുന്നറിയിപ്പ് നൽകുന്നു. പ്രാപിച്ച സ്വാതന്ത്ര്യത്തിൽ വീണ്ടും കുടുങ്ങി പോകുവാനല്ല യേശു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. ആമേൻ. ഹല്ലേലൂയ.
ഇത് മനസ്സിൽ വെച്ചാണ് അന്ന് ലൂക്കോസ് സുവിശേഷം 4:18 താൻ വളർന്ന നാസറേറ്റ് പട്ടണത്തിലുള്ള പള്ളിയിൽ സബത്ത് നാളിൽ എൻ്റെ അപ്പൻ യേശു പ്രവേശിച്ചു. The Bible says that Jesus Christ sought the scroll of prophet Isaiah and began to read from the 61st chapter. നാസറേത്ത് പള്ളിയുടെ റാബിയുടെ അടുക്കൽ നിന്ന് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഐസയ പ്രവചന ചുരുൾ 61-ാം അധ്യായം ആദ്യ 2 വരികൾ അവൻ സഭ കേൾക്കേ അവൻ വായിച്ചു. അതിൽ ഒരു വാക്യം ലൂക്കോസ് 4:18 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. I have come to proclaim freedom. ഞാൻ വന്നിരിക്കുന്നത് മഹാപരിശുദ്ധ ദൈവം യഹോവ ജഡമായി ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരു തച്ചന്റെ മകനായി വന്നിരിക്കുന്നത് നിങ്ങളെ ബന്ധനത്തിൽ പൂട്ടിയിടുവാനല്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ. ആമേൻ. ഹല്ലേലൂയ. To proclaim freedom. അപ്പോൾ അതിൻ്റെ അർത്ഥം മാനവരാശി, പ്രൈം മിനിസ്റ്റർ ആർ ചീഫ് മിനിസ്റ്റർ, ഗവർണർ ആർ ചീഫ് ജസ്റ്റിസ്, യു ആർ അണ്ടർ ബോണ്ടേജ്. ഏത് മനുഷ്യനോ ഉന്നതനോ ദരിദ്രനോ ഈ വചനങ്ങൾ നമ്മ സൂചിപ്പിക്കുന്നത്, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നത് നീ ബന്ധനത്തിലാണ്, ലോകം ബന്ധനത്തിലാണ്. 1 യോഹന്നാൻ 5:19 യു ആർ അണ്ടർ ദി വിക്കറ്റ് പവർ, ദുഷ്ടന്റെ അധികാരത്തിലാണ്. പാപം എന്നുള്ള ബന്ധനം 1. പാപം മുഖാന്തരം ഭൂമിയിൽ കടന്നു വന്ന ശാപം മുഖാന്തരമുള്ള ബന്ധനം 2. ശാപം നിനക്ക് ദാനമായി നൽകിയ രോഗം മുഖാന്തരമുള്ള ബന്ധനം 3. മനസ്സിലായോ? മനസ്സിലായവർ കൈകളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് ആരും എൻ്റെ സഹോദരങ്ങളെ വന്നതുപോൽ മടങ്ങിപ്പോകരുത്. എൻ്റെ മോൻ അഭിഷേക് സുന്ദർ സിംഗ്, വയസ്സ് 11, അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് ഒരുങ്ങി പ്രസംഗിച്ചത് എങ്കിലും ആ പ്രസംഗത്തിൽ ഇല്ലാത്തത് ഒന്നുമില്ല. ശ്രദ്ധിച്ചോ? ആ പ്രസംഗത്തിൽ അത് കേട്ടാൽ മതി, അത് കേട്ടാൽ മതി. നിത്യതയിൽ നീ എത്തും, നിത്യജീവന് നീ സ്വതന്ത്രിച്ചു കൊള്ളും. ആമേൻ. ശാപത്തിൽ നിന്നും മോചനം, സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മധുരമാവൻ നാമ മെനിക്കു പാർത്താൽ, എത്ര മധുരമാവൻ നാമ മെനിക്കു പാർത്താൽ, ഓർത്ത് വരും തോറുമേൻ ആർത്തി, ഓർത്ത് വരും തോറുമേൻ ആർത്തി മാഞ്ഞു പോകും. യേശു എൻ അടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ
പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും ആശ്വാസത്തേൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. നമ്പർ 1, 2 கொரிந்தியர் 5:21. ബൈബിൾ താളുകൾ മറയ്ക്കണം, അത് വരച്ചെടുക്കണം, എഴുതിയെടുക്കണം. 2 கொரிந்தியர் 5:21. പാപം അറിയാത്തവന്, ആമേൻ, പാപം അറിയാത്തവന് നാം ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, പാപം അറിയാത്ത യേശുവിന്, ആ ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പിതാവാം ദൈവം ക്രിസ്തുവിന് നമുക്ക് വേണ്ടി പാപം ആക്കി. ആമേൻ. He was made sin. The sinless Jesus Christ was made sin. പാപം അറിയാത്ത പരിശുദ്ധന് നാം പിതാവാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാകേണ്ടതിന് പിതാവാം ദൈവം ക്രിസ്തുവിന് നമുക്ക് വേണ്ടി പാപമാക്കി. പാപം ക്രൂരം, പാപം കൊടൂരം, പാപം ഭയങ്കരം. ആ പാപം യേശു ആക്കപ്പെട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 2 கொரிந்தியர் 5:21 യേശു പാപം അറിയാത്തവൻ. He does not know sin. യേശു പാപം അറിയാത്തവൻ. 1 യോഹന്നാൻ 3:5 യേശു പാപം ഇല്ലാത്തവൻ. ഓ, അത്ര പരിശുദ്ധൻ. യേശു പാപം അറിയാത്തവൻ, യേശു പാപം ഇല്ലാത്തവൻ. എബ്രായർ 4:15 യേശു പാപം ചെയ്യാത്തവൻ. സന്തോഷമില്ലേ? പള്ളിയിലിരുന്നത് പോലെ ഇരിക്കരുത്. അത് നാളെ രാവിലെ പോയിരിക്കാം. ഉള്ളു 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 കത്തണം. ആമേൻ, ആമേൻ. റബ ലഞ്ചന ശാലദ. ഞാൻ പ്രസ്താവിക്കുന്ന ദൈവം ഒരു മനുഷ്യനല്ല, ഒരു മാന്ത്രികനല്ല, ഒരു പ്രവാചകനല്ല. ഇവൻ പിതാവാം ദൈവം തന്നെ മനുഷ്യരൂപിൽ പാപം അറിയാത്തവൻ, പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ. അവന് പിതാ 33 ആണ്ടുകാലം മനുഷ്യ നിനക്ക് വേണ്ടി പാപം ആക്കി. He was made sin. റോമർക്കെഴുതിയ ലേഖനം 5:12 റോമർക്കെഴുതിയ ലേഖനം 5:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആദാം മുഖാന്തരം പാപം ഭൂമിയിൽ കടന്നു വന്ന്, പാപം മുഖാന്തരം മരണം ഭൂമിയിൽ കടന്നു വന്ന്, യേശു മുഖാന്തരമോ നീതി ഭൂമിയിൽ കടന്നു വന്ന്, നീതി മുഖാന്തരമോ ജീവൻ ഭൂമിയിൽ കടന്നു വന്ന്. That's why Peter proclaims Jesus Christ is not a man, is not a prophet, neither he is one among gods, he is the author of your life. മനുഷ്യനല്ല അവൻ, മാന്ത്രികനല്ല അവൻ, പ്രവാചകനല്ല അവൻ, 10 ദൈവങ്ങളിൽ ഒരുവനല്ല അവൻ. അപ്പോസ്തലൻ 3:14 പത്രോസ് ലേഖ പ്രസ്താവിക്കുന്നു, അവൻ ജീവന്റെ നായകൻ. കൈകളെ തട്ടി
is your author of life. ജീവനായകൻ. നീ പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ പാപവും കൊണ്ട് ഇനി സഞ്ചരിക്കരുത്. കാമുകനെയും കൊണ്ട് നീ സഞ്ചരിക്കരുത്. കൈക്കൂലിയും കൊണ്ട് ഇനി നീ സഞ്ചരിക്കരുത്. നടുവെള്ളത്തിൽ പെട്ടുപോകും. നീ നീതിയാകേണ്ടതിന്, പിതാവിൽ ക്രിസ്തുവിന്റെ നീതി ആകേണ്ടതിന്, പാപം അറിയാത്തവന് പിതാവാം ദൈവം പാപമാക്കി ക്രൂസിൽ തകർത്ത് കളഞ്ഞ്. വാട്ട് ഡു യു മീൻ ബൈ സിൻ? എന്താണ് പാപം? 1 യോഹന്നാൻ 5:17 നമ്മ പഠിപ്പിക്കുന്ന ഏത് അനീതിയും പാപം തന്നെ. ആമേൻ. ഏത് അക്രമവും പാപം തന്നെ. ഏത് അനീതിയും പാപം തന്നെ. നമ്പർ 1, മനുഷ്യ ദൈവത്തിന് വിരോധമായി ചെയ്തു കൂട്ടുന്ന അനീതി. മനുഷ്യ നിന്റെ സമസൃഷ്ടിക്ക് വിരോധമായി ചെയ്തു കൂട്ടുന്ന അനീതി. മനുഷ്യ മൂന്നാമത് നീ നിനക്ക് വിരോധമായി ചെയ്തു കൂട്ടുന്ന നീതി. നീ ആർ? ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്താണ്? 2 കൊരിന്ത്യർ 4:16 ഉൽപ്പത്തി പുസ്തകം 2:7 1 തെസ്സലോനിക്കർ 5:23 യാക്കോബ് ലേഖനം 2:23 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനിൽ 3 ഘടകങ്ങൾ ഉണ്ട്. പുറമേ കാണുന്ന ശരീരം, അകമേ ഒരു മനുഷ്യനുണ്ട്. പുറമേ കാണുന്ന ഈ കൂടാരത്തിന്റെ ഉള്ളേ Paul says there is another man by name inner man inside you. നിന്റെ ഉള്ളേ അകമേ ഒരു മനുഷ്യനുണ്ട്. അകമേ ഉള്ള മനുഷ്യനിൽ 2 ഘടകങ്ങൾ. ഒന്ന് നിന്റെ പ്രാണൻ, മറ്റൊന്ന് നിന്റെ ആത്മാവ്. Therefore body, spirit and soul constitute to form the whole personality. ശരീരം, ആത്മാവ്, പ്രാണൻ, ഇത് 3ഉം ചേർന്നതാണ് നീ. സരിസവാക്യം 20:27 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നിന്റെ ആത്മാവോ യഹോവ ദൈവത്തിന്റെ ദീപം. ആമേൻ. Your spirit is God's light. Your spirit, வேதம் சொல்லுகிறது, உன்னுடைய ஆத்துமா தேவாதி தேவனுடைய வெளிச்சம். வெளிச்சம் நிசாரமாய் கருதருது. நின்ற உள்ளில் தெய்வம் வச்சிருக்கின்ற பொக்கிஷமம் ஆத்மாவு பிதாவாம் தெய்வத்தின் தீபம். ഉൽപ്പത്തി 2:7 രണ്ടാമത്തെ മർമ്മം, നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ദൈവം തന്റെ ശ്വാസത്തെ ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്ന്. അതിന്റെ അർത്ഥം അവന്റെ പ്രാണൻ ദൈവത്തിന്റെ ശ്വാസമാണ്. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാണെങ്കിൽ അവന്റെ പ്രാണൻ യഹോവ ദൈവത്തിന്റെ ബ്രീത്ത് ശ്വാസമാണ്. അവന്റെ ശരീരമോ 1 കൊരിന്ത്യർ 3:16 don't you know your body is the temple of God in which God's Holy Spirit dwells. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, മനുഷ്യന്റെ പ്രാണൻ യഹോവയുടെ ശ്വാസം, മനുഷ്യന്റെ ശരീരമോ യഹോവയുടെ മന്ദിരം. ഹല്ലേലൂയ. വാ തുറക്കണം, ഉള്ളു കട്ടണം, കേട്ടിട്ടിരുന്ന് ഉറങ്ങരുത്. സ്വർഗമാണ് നിന്നോട് സംസാരിക്കുന്നത്. ആകയാൽ ഇത് 3ലും
പാപം കലർക്കരുത്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു 1 ദശലോനിക്കർ 5:23 ക്രിസ്തുവിന്റെ വരവിങ്കൽ don't estimate the chapter of Jesus is closed. No, ഒരിക്കലും തെറ്റിക്കണക്കിടരുത്. യേശുവിന്റെ ശതാബ്ദം തീർന്നു എന്ന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആമേൻ. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അവൻ വരും, അവൻ വരും. തന്റെ സഭയെ കൂട്ടിച്ചേർക്കുവാൻ യേശു മധ്യവാനിൽ വരും. അന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ ആത്മാവ്, നിന്റെ പ്രാണൻ, നിന്റെ ശരീരം 1 ദശലോനിക്കർ 5:23 കുറ്റമറ്റതായി കാക്കപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഒന്നുകൂടെ പൗലോസ് എഴുതുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6:12 let not sin reign your body. പാപം, റോമർ 6:12 പാപം, അക്രമം, അനീതി നിന്റെ ശരീരത്തെ വാളരുതേ. ഹല്ലേലൂയ. പാപം വാളരുതേ, പാപം നിന്നിൽ വാളരുതേ. വാണാൽ അക്രമം, അനീതിയും ദുഷ്ടതയും ദുർനടപ്പും കൈക്കൂലിയും കുറുക്കു മാർഗമും വിഗ്രഹവും മനുഷ്യ ഉപദേശമും മന്ത്രവാദമും നിന്നിൽ വാണാൽ ആ പാപം ഉൽപ്പത്തി 4:7 നിന്റെ വാതിൽക്കൽ വന്ന് കിടക്കും. റിസൾട്ട് ഭയങ്കരമാണ്, റിസൾട്ട് ഭയങ്കരമാണ്. വാണാൽ അക്രമം പാപമും നിന്റെ ജീവിതത്തിൽ വാണാൽ ഉൽപ്പത്തി 4:7 നമ്മ പഠിപ്പിക്കുന്ന ആ അക്രമം പാപം നിന്റെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് കിടക്കും. എത്ര നാൾ കിടക്കും? നീയും ഞാനും ചാകുന്നത് വരെയോ? അല്ലവേ അല്ല. പുറപ്പാട് 20:5 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 4 തലമുറകൾ വന്ന് കിടക്കും. എന്തിനായി? ജെരമ്യ 5:25 ചെയ്ത പാപത്താൽ നന്മയ്ക്ക് മുടക്കം വരും. നിന്റെ ജീവിതത്തിൽ ഒരു നന്മ പോലും കടന്നു വരാതെ 4 തലമുറകൾ മുടക്കം വരുത്തുവാൻ ചെയ്ത പാപം നിന്റെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് കിടക്കും. നമ്പർ 1. രണ്ടാമത് ഐസയ 59:2 നമ്മ പഠിപ്പിക്കുന്നു, ചെയ്ത പാപം ദൈവത്തെയും നിന്നെയും തമ്മിൽ ഭിന്നിപ്പിക്കും. ദൈവം നിന്റെ ശത്രുവായിത്തീരും. മൂന്നാമത് സദൃശവാക്യം 5:22 ചെയ്ത പാപം നിന്നെ പിടിച്ചടക്കും. നമ്പർ 1. രണ്ടാമത് സദൃശവാക്യം 29:6 ചെയ്ത പാപത്തിൽ നീ കുടുങ്ങിപ്പോകും. ഏഴാമത് റോമർക്കെഴുതിയ ലേഖനം 7:11 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, ചെയ്ത പാപം നിന്നെ ചതിക്കും, ചെയ്ത പാപം നിന്നെ കൊല്ലും. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, എസെക്കിയേൽ പ്രവചനം 18:4 18:20 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ചെയ്ത പാപം നിന്റെ ദേഹിയെ കൊല്ലും. ആകയാൽ ആ പാപം നിന്നിൽ വാഴാതിരിക്കേണ്ടതിന് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, പാപം മോചിക്കപ്പെടണം. ആമേൻ. സപ്തമ പോരാ.
വാ തുറക്കണം ബ്രദർ. വാ തുറന്ന് ശബ്ദമായി കൈകൾ ഉയർത്തി പാപം നിന്റെ ജീവിതത്തിൽ വാഴാതിരിക്കേണ്ടതിന് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പാപം മോചിക്കപ്പെടണം. ആമേൻ. ആര് മോചിക്കും? ഈ പാപത്തെ ആര് മോചിക്കും? മന്ത്രിമാർ മോചിക്കുമോ? ഗവർണർമാർ മോചിക്കുമോ? അതാണ് നാം ഇന്ന് കുറിവാക്യത്തിൽ വായിച്ചത്. നമ്മുടെ പാപം മോചിക്കപ്പെടുവാൻ പാപം അറിയാത്തവന്, പാപം ഇല്ലാത്തവന്, പാപം ചെയ്യാത്തവന് കൈകൾ ഉയർത്തി കൈകളെ തട്ടി പിതാവാം ദൈവം പാപം ആക്കി പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ. ആമേൻ. പാപത്താൽ വന്ന നീടി വസ്ത്രം പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ ശോഭിത ദിവസ ആഭരണമായി ശോഭിത ദിവസ ആഭരണമായി നൽകും. എങ്ങനെ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുക? പാപം വാഴരുത്. വാണാൽ അതോ ഗതി. അത് നിന്നെ കുടുക്കിക്കളയും, അത് നിന്നെ കൊല്ലും, അത് നിന്നെ ചതിക്കും. 4 തലമുറകൾ ഒരു നന്മയും നിന്റെ വീട്ടിനകത്ത് വരാതെ നിന്റെ വാതിൽക്കൽ അത് വന്ന് കിടക്കും. ആകയാൽ പാപം വാഴാതിരിക്കേണ്ടതിന് പാപം മോചിക്കപ്പെടണം. ആർ മോചിക്കും? പാപം ഇല്ലാത്തവൻ നിന്നെ മോചിക്കും. പാപം ചെയ്യാത്തവൻ നിന്നെ മോചിക്കും. പാപം അറിയാത്തവൻ നിന്നെ മോചിക്കും. എങ്ങനെ മോചിക്കും? എബ്രായർക്ക് എഴുതിയ ലേഖനം 9:22 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനം ഇല്ല. ആമേൻ. ഇതാണ് പാപമോചനത്തിൻ്റെ ഏകമാർഗം. വിതൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ് നോ റെമിഷൻ ഓഫ് സിൻ അറ്റ് ഓൾ. രക്തം ചൊരിയപ്പെട്ടാൽ ഒഴിയ പാപമോചനം ഇല്ലവേ ഇല്ല. എന്തുകൊണ്ട് രക്തം ചൊരിയപ്പെടണം? അത് ആരുടെ രക്തമായിരിക്കണം? ഹല്ലേലൂയ. എന്തുകൊണ്ട് രക്തം ചൊരിയപ്പെടണം? അത് ആരുടെ രക്തമായിരിക്കണം? റോമർ 3:23 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം. മരണത്തെ ജയിക്കുന്ന ഏക ഘടകം മന്ത്രവാദമല്ല, മതമല്ല, വിഗ്രഹമല്ല, പുണ്യവാളനല്ല, ജീവനാണ്. ആമേൻ. ലൈഫ് ഷാൽ ഓവർകം ഡെത്ത്. ആ ജീവൻ എവിടെ ഉണ്ട്? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 17:11 മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലുണ്ട്. ആ തുറക്കണം. ജീവൻ, ആ വചനം ചുരുക്കി പറഞ്ഞാൽ ജീവൻ രക്തത്തിൽ ഉണ്ട്. ആകയാൽ
മന്ത്രവാദം ചെയ്താൽ പാപം പോകത്തില്ല. വെള്ള വസ്ത്രം കെട്ടിത്തിരിഞ്ഞാൽ പാപം പോകത്തില്ല. തല മുട്ടയടിച്ചാൽ പേന് പോകും, പാപം പോകത്തില്ല. പാപം പോകണമോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ജീവന്റെ ഉറവിടമായ രക്തം തന്നെ ചൊരിയപ്പെടണം. ആരുടെ രക്തം? മൃഗത്തിന്റെ രക്തമാണോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഐസയാ 1-ാം അധ്യായം 11-ാം വചനത്തില്, God in heaven delights not in the blood of an animal. ഒരു മൃഗത്തിന്റെ രക്തത്തിൽ യഹോവ ദൈവത്തിന് ഇഷ്ടം ഇല്ലല്ലോ. ചാപ്റ്റർ അടച്ചു. മനുഷ്യന്റെ രക്തത്താൽ പാപം പോകുമോ? ശബപ്രസംഗി 7:20 1 രാജാക്കന്മാർ 8-ാം അധ്യായം 46-ാം വചനത്തില് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഭൂമിയിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ഇല്ലല്ലോ. എല്ലാ മനുഷ്യന്റെ രക്തത്തിലും പാപമുണ്ട്. ആകയാൽ മിച്ചമുള്ളത് ദൈവത്തിന്റെ രക്തം മാത്രം തന്നെയാണ്. പക്ഷെ ദൈവമോ, സാക്ഷാൽ ദൈവമോ, യോഹന്നാൻ 4-ാം അധ്യായം 24-ാം വചനത്തിൽ, 2 കൊരിന്ത്യർ 3-ാം അധ്യായം 17-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം ആത്മാവാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ആത്മാവിൽ രക്തമില്ല. പാപമോചനത്തിനായി രക്തം ചൊരിയപ്പെടണം. അത് മൃഗത്തിന്റെ രക്തമല്ല, മനുഷ്യന്റെ രക്തവുമല്ല, ദൈവത്തിന്റെ രക്തമാണ്. ദൈവമോ രക്തമില്ലാത്ത ആത്മാവാകുന്നു. ആകയാൽ രക്തം ചൊരിഞ്ഞ് നിന്റെയും എന്റെയും പാപം മോചിക്കുവാൻ 2000 ആണ്ടുകൾക്ക് മുമ്പ് ആത്മാവാൻ ദൈവം തന്നെ രക്തം ചൊരിയുവാൻ വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ട്, അവന്റെ പേരാണ് ക്രിസ്തു യേശു. ഹല്ലേലൂയ. ആ രക്തത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. അവൻ്റെ അടുക്കൽ വന്ന്, എന്നെക്കൊണ്ട് എൻ്റെ പാപം മോചിക്കുവാൻ കഴിയത്തില്ല, എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞാൽ മതി. നിന്റെ പാപം അവൻ വഹിക്കുന്നവൻ. ആമേൻ. പാപങ്ങളെ നീക്കുന്ന ക്രിസ്തു, പാപം വഹിക്കുന്നവൻ, പാപം മോചിക്കുന്നവൻ. 1 യോഹന്നാൻ 3:5 അവൻ ആത്മാവാം ദൈവം 2000 ആണ്ടുകൾക്ക് മുമ്പ് ജഡത്തിൽ വന്നത്. The Bible says he manifested in flesh. അവൻ പ്രത്യക്ഷനായി, ജഡത്തിൽ അവൻ വെളിപ്പെട്ട് ജഡത്തിൽ പ്രത്യക്ഷനായി. എന്തിന്? പാപം നീക്കുവാൻ വേണ്ടി. ഒരു യഹൂദൻ ആരും മറക്കരുത്, ഒരു വള്ളിപ്പുള്ളി പോലും മറക്കരുത്. ഒരു യഹൂദൻ ഭൂമിയിലുള്ള സകലുടെയും പാപം നീക്കുവാൻ ഒരു യഹൂദൻ. ആമേൻ. ഒരു യഹൂദൻ ഭൂമിയിൽ ഉള്ള സർവമാനവരാശിയിലും 0.5% പോലും ഇല്ലാത്ത ഈ യഹൂദൻ, 0.25% അല്പമധികം. മനസ്സിലായോ? ഭൂമിയിലെ ഉള്ള സർവ മനുഷ്യരിലും 0.25%, കാലിൻ്റെ പകുതി മാത്രം ഉള്ള ഇവൻ ഭൂമിയിലുള്ള സർവ മാനവരാശിയും വാങ്ങിച്ചു കൂട്ടിയ നോബൽ പ്രൈസിൽ 100-ൽ 22% ഇവൻ വാങ്ങി നോബൽ പ്രൈസ്. ആമേ. അത്ഭുതം തോന്നരുത്, കേട്ട ഉറങ്ങിക്കൊള്ളു. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. നിന്നെ രക്ഷിക്കുവാൻ വന്ന യഹൂദൻ
യഹോവ ദൈവം യഹൂദനായി വെറും 1/4% ഭൂമിയിലെ ഉള്ള മനുഷ്യരിൽ ഉള്ള യഹൂദൻ അവൻ ജയിച്ചടക്കിയത് 100ൽ 22 നോബൽ പ്രൈസ്. ആമേൻ, ഹല്ലേലൂയ. ബാൽ പോയിന്റ് പെന്ന് മുതൽ പെൻഡ്രൈവ് വരെ കണ്ടുപിടിച്ചത് യഹൂദനാണ്. ആമേൻ. അമ്മച്ചി കയ്യിൽ വച്ചിരിക്കുന്ന കൊട മുതൽ ഇന്നത്തെ കൂഹൂൾ വരെ കണ്ടുപിടിച്ചത് യഹൂദനാണ്. ആമേൻ, ആമേൻ. ടിവിയുടെ റിമോട്ട് കൺട്രോൾ മുതൽ കളർ TV വരെ കണ്ടുപിടിച്ചത് യഹൂദനാണ്. ഈ മൈക്ക് മുതൽ നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വരെ കണ്ടുപിടിച്ചത് യഹൂദനാണ്. ലേസർ മുതൽ ആട്ടം ബാമ്പ് വരെ കണ്ടുപിടിച്ചത് യഹൂദനാണ്. തീർന്നില്ല. ദൈവം ആരെന്ന് ഈ ഭൂമിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് യഹൂദനിൽ കൂടിയാണ്. ദൈവം ദൈവം സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിന് നിർമ്മിതാവ്. ഒരു പിടി മണ്ണല്ല, ഉണ്ടാക്കി വെച്ച ഉണ്ണിയപ്പ വിഗ്രഹമല്ല. അവൻ ഭയങ്കരനാണ്. യേശുവാണ് എന്ന് സാക്ഷാൽ ദൈവത്തെ പിതാവാം ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതും യഹൂദനിൽ കൂടിയാണ്. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ സിയോണിൽ നിന്ന് വരുന്നത് ഉപദേശം. ആകയാൽ ഇസ്രായേലിൽ നിന്ന് വരുന്നത് വചനം. ആകയാൽ യഹൂദനിൽ നിന്ന് വരുന്നത് രക്ഷ. ഐശയ്യാ പ്രവചനം 2-ാം അധ്യായം 3-ാം വചനത്തിലെ, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 2-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സിയോണിൽ നിന്ന് ഉപദേശം വരുന്നു, ഇസ്രായേലിൽ നിന്ന് വചനം വരുന്നു, യഹൂദനിൽ നിന്ന് രക്ഷ വരുന്നു. ഇവൻ പാപം ഇല്ലാത്തവൻ, ഇവൻ പാപം അറിയാത്തവൻ, ഇവൻ പാപം ചെയ്യാത്തവൻ. Don't crucify him anymore. ഇവനെ ഇനിയും നീ ക്രൂശിക്കരുത്. ഇവനെ യേശുവിനെ ഇനിയും നീ ക്രൂശിക്കരുത്. പാപം ഒരുത്തൽ നിന്ന് നീങ്ങുന്നത് എങ്ങനെ? മുടി വെട്ടുന്നത് പോലെയോ, ഷേവ് ചെയ്യുന്നത് പോലെയോ? How a sin is being removed from a person. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മൃഗത്തിന്റെ യാഗത്താലല്ല, മനുഷ്യന്റെ യാഗത്താലല്ല. എബ്രായർ 9:26 ക്രിസ്തുവിന്റെ സ്വന്ത യാഗത്താൽ. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. His own offering. ക്രിസ്തുവിന്റെ സ്വന്ത യാഗത്താൽ. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 6-ാം വചനത്തിൽ, തീത്തോസ് ലേഖനം 2-ാം അധ്യായം 14-ാം വചനത്തിൽ, 1 കൊരിന്ത്യർ 7-ാം അധ്യായം 23-ാം വചനത്തിൽ, മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാം വചനത്തിൽ, മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 45-ാം വചനത്തിൽ തന്റെ രക്തം ചൊരിഞ്ഞ് തന്റെ ജീവൻ നൽകി മറുവില കൊടുത്തു അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അതിനി മടക്കി കൊടുക്കണം.
അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്നു. തൻ്റെ രക്തം പൂർണ്ണമായി ചൊരിഞ്ഞ് തൻ്റെ ജീവന് വിലയായി നൽകി നിന്നിലും എന്നിലുമുള്ള പാപം അവൻ നീക്കി. ആമേൻ. അതാണ് യേശുവിൻ്റെ ജനനത്തിനും 1000 ആണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ ഐസയ എഴുതി വെച്ച ഐസയ 53:6 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ, പിതാവാം ദൈവം യേശുവിൻ്റെ മേൽ നമ്മുടെ എല്ലാവരുടെയും പാപം ഒരുത്തന്റെ മേൽ പിതാവാം ദൈവം ചുമത്തി. ഇനി അവനെ ക്രൂശിക്കരുത്. Don't crucify him anymore. അതാണ് തൻ്റെ മുമ്പിൽ കടന്നു പോകുന്ന യേശുവിനെ കാണിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ പ്രസ്താവിക്കുന്ന, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആമേൻ. പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി. ആമേൻ. പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി ശോഭിത നീടി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീടി വസ്ത്രം ആഭരണമായി നൽകും. പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി. പാപത്താൽ എല്ലാരും കൈകൾ ഉയർത്തി കൈകളെ തട്ടി അഗ്നി 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 അഗ്നി. ക്യാൻസർ മുളകൾ അപ്രത്യക്ഷമാകട്ടെ യേശുനാമത്തിൽ. ഓ, മക്കളില്ലാത്ത ഒരു മകൾ വയറിൽ കരം പതിച്ച് ഈ വേദന മാറ്റിത്തരണമേ എന്ന് നിലവിളിക്കുന്നവളെ, അത് വേദനയല്ല, അത് മുളയല്ല, അത് കട്ടിയല്ല. യേശു നിന്റെ ഗർഭത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. റബ ലഞ്ചന ശാലദ റഗാലദം ധനദബ. മക്കൾക്ക് എന്നും പനി, തനിക്ക് എന്നും പനി, ഭർത്താവിന് എന്നും പനി, വീട് മൊത്തം രോഗക്കിടക്കയാണ്. അങ്ങനെയുള്ള 6 കുടുംബങ്ങള് തമ്പുരാൻ തന്റെ കരം നീട്ടി ഇപ്പോൾ തൊടുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ അനേക വിധവ അമ്മമാരെ കർത്താവ് സ്പർശിക്കുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും അപ്പാ? ഞാൻ ഇനി എന്ത് ചെയ്യും? പ്രാരാബ്ധം ഭയങ്കരം. അങ്ങനെയുള്ള അമ്മമാര് യേശു തൊടുന്നത് ഞാൻ കാണുന്നു. വീടില്ലാത്ത ആളുകൾക്ക് ഈ ആണ്ടിൽ, അടുത്ത ആണ്ടിൽ 6 മാസത്തിന് മുമ്പ് തന്നെ ദൈവം ഒരു സൊല്യൂഷൻ കണ്ടിരിക്കുന്നു. വീടിന്റെ നിർമ്മാണം പകുതി വഴി നിൽക്കുന്ന 6 കുടുംബങ്ങളിൽ ദൈവത്തിന്റെ കാരുണ്യം ഇതാ ഇറങ്ങുന്നു. ഹല്ലേലൂയ. വ്യാധി മാറുന്നു, വ്യാധികൾ മാറുന്നു, ശാപങ്ങൾ മാറുന്നു. ആമേൻ. ചെയ്ത പാപം ഉള്ളിലെ ഉറുത്തിക്കൊണ്ടിരുന്ന ചില വ്യക്തികളുടെ ഉള്ളു ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ഉള്ളുകൾ ശുദ്ധീകരിക്കപ്പെടുന്നു. വ്യക്തികളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു.
നന്ദി 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 തമ്പുരാനേ, നന്ദി നന്ദി. നെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണൂന് കുടിച്ചെന്നാലും, നെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണൂന് കുടിച്ചെന്നാലും, ദേഹിടു കത്താൽ ചെയ്യിച്ചെന്നാലും, എല്ലാം പ്രതികൂലം ആയെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടോ രക്ഷകനായി, അന്ത്യശ്വാസം വരയ്ക്കും ജീവൻ വച്ചിടോ അഭിഷേക നിനക്ക് വിരോധമായി, നിന്റെ വളർച്ചയ്ക്ക് വിരോധമായി, നിന്റെ തലമുറകളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിന്റെ ഗർഭം അനുഗ്രഹിക്കപ്പെടാതിരുപ്പാൻ, ചൊവ്വായി ഒരു വിവാഹ കുടുംബ ജീവിതം ചേരാതിരുപ്പാൻ, നിനക്ക് വിരോധമായി വിടപ്പെട്ട മാന്ത്രിക അമ്പ് യേശുവിൻ നാമത്തിൽ ഞാൻ മുറിക്കുന്നു. മക്കൾ ഒന്നും പഠിക്കുന്നില്ല, മക്കൾ ഒന്നും പഠിക്കുന്നില്ല. നിങ്ങളുടെ മക്കളുടെ തലച്ചോറിന് കോട്ടക്കെട്ടി വച്ചിരിക്കുന്ന പാമ്പിന് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മുറിക്കുന്നു. I break it off. യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, തന്നെക്കാൾ 6 മാസം പ്രായമുള്ള തന്റെ സ്നേഹിതനും സ്വന്തക്കാരനും അയൽക്കാരനുമായ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, ലോകത്തിന്റെ, ക്രിസ്ത്യാനികളുടെ അല്ല, പള്ളിക്കാരന്റെ അല്ല, കേട്ടുകൊള്ളുക, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമം, പുതിയ നിയമം, ഇത് രണ്ടിലെ ഓരോ അക്ഷരത്തിലും ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവന്റെ ജീവനായ ക്രിസ്തുവിന്റെ ജീവനാണ്. ദൈവത്തിന്റെ കുഞ്ഞാട്. പെസഹ പെരുന്നാളിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന് കൽപ്പന കൊടുത്ത്, ഊനമില്ല 1 വയസ്സ് പ്രായമുള്ള ആണാട്ടുകുട്ടി, ഊനമില്ല ആട്ടുകുട്ടി, 1 വയസ്സ് പ്രായമുള്ള ആണാട്ടുകുട്ടി, കടിഞ്ഞൂല്, ഏതെങ്കിലും ഒന്നല്ല, ദ ഫസ്റ്റ് ബോൺ, കടിഞ്ഞൂല്, ഊനമില്ല, എല്ലാരും അറുക്കണം, സർവരും കുഞ്ഞാടിനെ അറുക്കണം. അറുക്കേണ്ട സമയവും നാളും സന്ധ്യാസമയത്ത് അറുക്കണം. അറുക്കുമ്പോൾ അതിൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകരുത്. ഈ വചനം കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ഓർമ്മ വരുന്നത് ചിന്നമ്മ ചേച്ചിയുടെ ആടിനെ കുറിച്ചല്ല, തമ്പുരാൻ ക്രിസ്തുവിനെ കുറിച്ചാണ്. Remember him. Remember him. ലോകത്തിന്റെ പാപം ചുമക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പുറപ്പാട് 12:5, പുറപ്പാട്
പുറപ്പാട് 12:13-23 യഹോവ ദൈവം കടന്നു പോകുമ്പോൾ നിന്റെ വീട്ടിനകത്തിരുന്ന് നിലവിളി ഉയരാതിരുപ്പാൻ കുഞ്ഞാടിന്റെ രക്തം വീട്ടിന്റെ വാതിലിൽ 2 കട്ടളക്കാലും കുറുമ്പടി ലിൻഡൽ താഴത്തെ ലിൻഡൽ കുറുമ്പടിയല്ല ആശാൻ ചവിട്ടിക്കടക്ക്. അതുപോലെ എൻ്റെ വീട്ടിനകത്ത് യേശുവിൻ്റെ രക്തത്തെ ചവിട്ടിക്കടക്കുന്ന അപ്പനോ അമ്മയോ അങ്കിളോ അപ്പനോ ഭാര്യയോ വീട്ടിൽ വെച്ചാൽ നീ നന്മ കാണത്തില്ല. ചവിട്ടിക്കടക്കുന്ന ആളുകൾ വീട്ടിനകത്തുണ്ട്. അതാണ് തിന്മയുടെ മേൽ തിന്മ. എത്ര പ്രാർത്ഥിച്ചിട്ടും കിടന്ന് വലിയുന്നത്. കറക്റ്റ് ഇൻസ്ട്രക്ഷൻ. God is not a fool. God is not a fool. രക്തം പുരട്ടേണ്ടത് കട്ടളക്കാലിൽ, കുറുമ്പടി 2-ലുമല്ല. കട്ടളക്കാൽ 2-ലും കുറുമ്പടി 2-ലുമല്ല, ലിൻഡൽ കുറുമ്പടിയിൽ മാത്രം. താഴെ ഇപ്പം ഇല്ല കുറുമ്പടി. പണ്ട് നമ്മുടെ വീടുകളിൽ താഴെയും കുറുമ്പടി ഉണ്ട്. അതിൽ രക്തം പുരട്ടിയാൽ നമ്മുടെ ആളുകൾ ചവിട്ടിക്കടക്കും. ഇത് ചവിട്ടിക്കടക്കാൻ ഉള്ളത് അല്ല രക്തം. ആമേൻ. ഊനമില്ല. കുഞ്ഞാടിന്റെ രക്തം പുരട്ടപ്പെട്ടാൽ യഹോവ കടന്നു പോകും. സംഹാരദൂതൻ അടുക്കുകയില്ല. ഒരു സംരക്ഷണം. യേശുവിന്റെ രക്തത്താൽ പാപം നീങ്ങി നിനക്കൊരു പ്രൊട്ടക്ഷൻ. എബ്രായർ 7:26 യേശു പവിത്രൻ. യേശു പാപികളോട് വേറുവിട്ടവൻ. യേശു നിർദോഷൻ. യോബ് 15:15 സ്വർഗത്തേക്കാൾ യേശു പരിശുദ്ധൻ. ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസ് 1:35 യേശു ഉരുവായത് ജോസഫിന്റെയും മറിയത്തിന്റെയും ജഡത്തിന്റെ പുഷ്ടി കൊണ്ട് അല്ല, ഉയരത്തിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. ആമേൻ. ആമേൻ. അതാണ് കർത്താവ് വെല്ലുവിളിയോട് പ്രസ്താവിക്കുന്നു. യോഹന്നാൻ 8:46 which one of you can convince me that I am guilty of sin? പരസ്യമായി യേശു വെല്ലുവിളിക്കുന്നു. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധം വരുത്തുവാൻ കഴിയും? പാപം ഇല്ലാത്തവൻ, പാപരഹിതൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ. അതാണ് ഊനമില്ലാത്ത രക്തം ചൊരിയുവാൻ നീ തിരഞ്ഞെടുക്കേണ്ട കുഞ്ഞാട്. ഊനമില്ലാത്തത്, പാപമില്ലാത്ത, ഒരു കുറവുമില്ലാത്തത്. അത് സൂചന നൽകുന്നത് ഒരു കുറവുമില്ലാത്ത യേശു നിനക്ക് വേണ്ടി അറുക്കപ്പെട്ട് തകർക്കപ്പെട്ട്. രണ്ടാമത് കടിഞ്ഞൂൽ, മുതൽ പേര്, ദ ഫസ്റ്റ് ബോൺ. 2000 ആണ്ടുകൾക്ക് മുമ്പ് ജനിച്ചു വന്നവനല്ല. മീഖാ പ്രവചനം 5:2 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളത്. Can you calculate? Can your PC, computer, laptop calculate? ഇവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളത്. റോമർ 8:29 സകല പുരുഷന്മാർക്കും പണ്ടേ ഉള്ളവൻ. അമ്മ മറിയത്തിന്റെ മുതൽ പേര്. ലൂക്കോസ് 2:7 ആദ്യജാതൻ. കുഞ്ഞാട് കടിഞ്ഞൂലായതുപോലെ നിനക്ക് വേണ്ടി രക്തം ചൊരിയുവാൻ തകർക്കപ്പെട്ട യേശുവും കടിഞ്ഞൂലാണ്. ആമേൻ.
മൂന്നാമത് പുറപ്പാട് പുസ്തകം 12:6 കുഞ്ഞാടിനെ എല്ലാവരും അറുക്കണം, എല്ലാവരും അറുക്കണം. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഈ മാസം 12-ാം തീയതി 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടം എല്ലാം ഒരാൾ പോലും മാറി നിൽക്കാതെ ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം കുഞ്ഞാടിനെ അറുക്കണം. എല്ലാവരും. അന്ന് ഉണ്ടായിരുന്ന എല്ലാവരും ആരാണ്? എല്ലാവരും നോഹയുടെ 3 മക്കളുടെ തലമുറ മാത്രം. എല്ലാവരും, ഭൂമിയിൽ വേറെ ആളുകളില്ല. ആ എല്ലാവരും ഷേം, ഹാം, ഹേബേറ്റ്, ആ 3 മനുഷ്യരുടെ തലമുറ ഭൂമിയിലുള്ള എല്ലാവരും. ഷേം സൂചന നൽകുന്നത് യഹൂദന്മാരുടെ വർഗം. യോഹന്നാൻ 18:35 ഹെരോദാവ് പറഞ്ഞല്ലോ, യേശുവേ, നിന്റെ ജനം നിന്നെ എൻ്റെ കയ്യിൽ തന്ന്, നിന്റെ യഹൂദജനം. ആ യഹൂദജനം ആര് മാറി നിൽക്കുന്ന യഹൂദജനം എല്ലാവരും. രണ്ടാമത് ഹാമിന്റെ തലമുറ, എല്ലാവരിലും ഉൾപ്പെടുന്ന ഹാമിന്റെ തലമുറ. യേശുവിൽ വരുമ്പോൾ ഖുറേന, സിമിയോൻ, ലിബിയ രാജ്യത്തുകാരൻ, നിന്റെയും എന്റെയും പ്രതീകം. ആമേൻ. അന്യജാതിക്കാരൻ, യഹൂദജാതിക്കാരൻ, അന്യജാതിക്കാരൻ. മൂന്നാമത് യാബേഡ്, നോഹയുടെ 3-ാമത്തെ പുത്രൻ യാബേഡ്. സൂചന നൽകുന്നത് റോമാജാതി. അതാണ് സിംഹാസനത്തിൽ, ന്യായാസനത്തിൽ ഇരിക്കുന്ന ഫിലാത്തോസ്, റോമന്റെ ഉദ്യോഗസ്ഥൻ. അന്ന് ഭരിച്ചിരുന്ന റോമാ ചക്രവർത്തി, 5-ാമത്തെ ചക്രവർത്തി, ഡബ്ല്യു ചക്രവർത്തിയുടെ ജോലിക്കാരൻ, ജഡ്ജ്. അങ്ങനെ അന്ന് കുഞ്ഞാടിനെ എല്ലാവരും അറുക്കണം എന്നായതുപോലെ യേശുവിനെ കൊന്നത് ഞങ്ങളല്ല എന്ന് നീ പറയരുത്. എല്ലാവരും ഇവനെ കൊന്ന്. മത്തായി 27:22, മത്തായി സുവിശേഷം 27:22 അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും, യഹൂദന്മാർ, റോമാക്കാർ, ലിബിയയിലെ ഉള്ള ഇവൻ സാക്ഷി, എല്ലാവരും എല്ലാവരും, അന്യജാതിക്കാരൻ, റോമാക്കാരൻ, യഹൂദന്മാർ. അതാണ് എല്ലാവരും വിളിച്ചു പറഞ്ഞ് കുഞ്ഞാടിനെ എല്ലാവരും അറുക്കണം. യേശുവിനെ കൊന്നതും എല്ലാവരും. കുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം. യേശു ഊനം ഒട്ടുമില്ലാത്തവൻ. കുഞ്ഞാട് കടിഞ്ഞൂലായിരിക്കണം. സർവർക്കും ആദ്യജാതൻ ക്രിസ്തു എന്ന് ഇഷ്ടംപോലെ ബൈബിളിൽ വചനമുണ്ട്. കുഞ്ഞാടിനെ അറുത്തതോ മാസത്തിന്റെ 14-ാം നാൾ, നിസാം മാസം. സംഖ്യ 12:1-2 വചനങ്ങളിൽ. പുറപ്പാട് പുസ്തകത്തിൽ നെടുനീളം സബോത്തിന്റെ ഒരുക്കത്തിന്റെ നാൾ, ദ പ്രിപ്പറേഷൻ ഡേ ഓഫ് സബത്ത്. അന്നാട് ഈ കുഞ്ഞാട്, യേശു എന്നുള്ള കുഞ്ഞാടും അറുക്കപ്പെട്ടത്. ഹല്ലേലൂയ. സന്ധ്യാസമയത്ത് അറുക്കണം. നട്ടുച്ചയ്ക്കല്ല, അതിരാവിലെ അല്ല, സന്ധ്യാസമയത്ത്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. പുറപ്പാട് 12:6, മത്തായി സുവിശേഷം 26:45 വചനത്തിലെ 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെയും ദേശത്തിൽ ഇരുട്ടുണ്ടായി. ചിന്ന മുള്ള് 12, വലിയ മുള്ളും 12. നട്ടുച്ച ടാറ്റ. ഇനി തുടങ്ങുന്നത് സന്ധ്യ, ഈവനിങ് ടൈം, PM. അപ്പോഴാണ് ആടിനെ അറുക്കേണ്ടതിന്. ഇതാ ഊനമില്ല കുഞ്ഞാടാം, ദൈവത്തിൻ്റെ കുഞ്ഞാടാം യേശുവിനെ അറുത്തതും കൊന്നതും ആ
6 മണി നേരം മുതൽ 6 മണി എന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് 12 മണി, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ നമ്മുടെ 3 PM സന്ധ്യ സമയം നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. 5 പുറപ്പാട് പുസ്തകം 12:46 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കുഞ്ഞാടിനെ അറുക്കുമ്പോൾ അതിൽ ഒരു അസ്ഥിയും ഓടിക്കരുത്. അസ്ഥി ഓടിക്കരുത്. നീതിമാന്റെ ഒരു അസ്ഥിയും ഓടിയത്തില്ല, ഓടിക്കാൻ ദൈവം വിടത്തില്ല. ആമേൻ. യേശുവിനെയും 2 കള്ളന്മാരെയും കുരിശിൽ തൊങ്ങവിട്ട് യഹൂദന്മാരിങ്ങനെ റോന്ത് വരുന്നു. നാളെ ശബത്ത്. ശരീരം കുരിശിൽ തൊങ്ങരുത്, അത് ശാപമാണ്. ഹെരോദാവിന്റെയും ഫിലോത്തുസിന്റെയും അടുക്കൽ ചെന്ന് അപേക്ഷിച്ച് അനുവാദം വാങ്ങി. ഈ 3 ആളുകളും ക്രൂസിൽ കിടക്കുന്ന ശബത്തിന് മുമ്പ് മരിച്ചില്ല എങ്കിൽ ഇവിടെ അസ്ഥി ഓടിക്കണം. വന്ന് നോക്കിയപ്പോൾ യേശു മരിച്ചിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അസ്ഥി ഓടിച്ചില്ല. മറ്റ് 2 എണ്ണവും മരിക്കാതെ കിടന്ന അവരുടെ അസ്ഥി ഓടിച്ചു. കുഞ്ഞാട് അറുക്കപ്പെടുമ്പോൾ ഒരു അസ്ഥിയെയും ഓടിക്കരുത് എന്നുള്ള വാക്ക് ഇവിടെ പ്രബലമായി. ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ്റെ അസ്ഥിയെ ഇവർ ഓടിച്ചില്ല, ഇവിടെ ശരീരത്തെ അവർ തൊട്ടില്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ കുഞ്ഞാട് പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് രക്തം ചൊരിഞ്ഞ യേശു നമ്മുടെ പാപം നീക്കുവാൻ. പൗലപ്പോസ്തലൻ പറയുന്നു, എന്നെക്കൊണ്ട് എൻ്റെ സഹോദരന്മാരുടെ പാപമോചനത്തിനായി ശാപമോചനത്തിനായി മരിക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു. പൗലോസിൻ്റെ വാക്ക് റോമർ 9:3. എന്നെക്കൊണ്ട് അത് പറ്റത്തില്ല, കാരണം എന്നിൽ പാപമുണ്ട്. 1 തിമോത്തിയോസ് 1:15 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ പാപികളിൽ പ്രധാന പാപി. അപ്പോ ഒരു പാപിയാൽ മറ്റൊരുവന്റെ പാപത്തെ എടുത്തു കളയുവാൻ കഴിയുകയില്ല. അതാണ് സങ്കീർത്തനം 49:8 ഒരു മനുഷ്യനാൽ മറ്റൊരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. ആകയാൽ സങ്കീർത്തനം 138 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യരെ മോചിക്കുവാൻ ആ രക്തത്താൽ നീ നീതീകരിക്കപ്പെടുന്നു. ആമേൻ, ആമേൻ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമാ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമാ. മഹത്വ നാമത്തെ കീർത്തിപ്പാന ശക്തീകരിക്കണേ ആത്മാവീന. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കുവാൻ ബലമുള്ള എല്ലാവരും എഴുന്നേൽക്കാം. എല്ലാവരും 2 ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു ദാരിദ്ര്യവാസിയായ ഒരു സഹോദരൻ ഈ കൂട്ടത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തൊടുന്ന് നിങ്ങൾക്ക് പാപമോചനം നൽകുന്നു. കഠിന അധ്വാനം ചെയ്യുവാനുള്ള മനസ്സൊരുക്കം നൽകുന്നു. ദൈവം സമ്പത്തിനെ നൽകുന്നു. ദൈവം നിങ്ങളെ ഉയർത്തുന്നു. കുടുംബ ജീവിതത്തിൽ തടസ്സം, കുടുംബത്തിലെ പോര്
യേശുവേ, ഇവിടെ കുടുംബ ജീവിതങ്ങളിൽ അങ്ങയുടെ കരം ഇറങ്ങട്ടെ, കരം ഇറങ്ങട്ടെ. സമാധാനം കുടുംബങ്ങളിൽ, സമാധാനം കുടുംബങ്ങളിൽ, സമാധാനം. മക്കളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ബന്ധന കയറുകളും യേശുവിൻ നാമത്തിൽ പൊട്ടിപ്പോ. പഠിത്തത്തിൽ, പഠിത്ത ജീവിതത്തിൽ, ഭാവി ജീവിതത്തിൽ ബന്ധിച്ചു വച്ചിരിക്കുന്ന അടുത്ത തലമുറയിലുള്ള ബന്ധനക്കയറുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടിപ്പോ, പൊട്ടിപ്പോ, പൊട്ടിപ്പോ. തീ മഴ, തീ മഴ, തീ മഴ, തീ മഴ, തീ മഴ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ ചെയ്തു പോയത് ഏറ്റുപറയുക, ഏറ്റുപറയുക. നിന്റെ പാപം മോചിക്കുവാൻ, നിന്റെ പാപം നീക്കുവാൻ ജഡമനുഷ്യനായി ഭൂമിയിൽ വന്ന യേശുവിനെ ഓർത്ത്, അങ്ങ് ഒരു മനുഷ്യനല്ല, അങ്ങ് ഒരു പ്രവാചകനല്ല, അവൻ 10-ൽ 1 അങ്ങ് എന്റെ ദൈവം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവന് നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. അത് വിശ്വസിക്കുക. എന്നാൽ നീതീകരണം, നീതീകരണം, നീതീകരണം. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെയാകത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെയാകത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹമെന്ന് വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്ന് വർദ്ധിച്ചിടുന്നേ. പാർക്കു നേടാൻ കൂടെ വാഴ് എന്ന് സാധ്യമോ, പാർക്കു നേടാൻ കൂടെ വാഴ് എന്ന് സാധ്യമോ. ആമേൻ. യേശുവോട് അഗ്നി, 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 ആത്മാവിന്റെ നിറവ്. ആമേൻ, 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 ആമേൻ. ഇരിക്കാം. അവസാനം ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന്. ആമേൻ. ആദ്യം നാം ധ്യാനിച്ചത് ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. എല്ലാവരുടെയും പാപം സ്വർഗം അവൻ്റെ മേൽ ചുമത്തി. ആ ശിക്ഷ അവൻ ഏറ്റെടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇനി വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ജഡത്തിന് അവസരം ഒരുക്കി കൊടുക്കാനല്ല ഈ സ്വാതന്ത്ര്യം. മനസ്സിലായവർ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മരത്തിൽ തൂങ്ങുന്ന ഏവനും, ആവർത്തനത്തിലുണ്ട് 21-23, ശപിക്കപ്പെട്ടവൻ ഭൂമിയിലുള്ള സകല ആളുകളുടെ ശാപമും ഏറ്റുവാങ്ങി മരത്തിൽ തൂങ്ങി യേശു ശാപമായി തീർന്നു. ഇന്ന് നിങ്ങളുടെ സർവ്വ ആളുകളുടെയും ശാപം പൊടി പൊടിയുന്ന നാളാണ്. ആമേൻ, ആമേൻ. ശാപം മാറുന്ന നാൾ. സന്തോഷമില്ലേ? ഈ കർത്താവിൻ്റെ കൈ പിടിക്കുന്നത് വരെ ഒരു മാസത്തിൽ 20 നാളുകൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. കുറഞ്ഞത് 20 നാൾ, 5-6 നാൾ ഡ്യൂട്ടി നോക്കും. വ്യാധി, ശരീരവേദന, പനി,
ഈ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ അവധി എടുത്തത് കർത്താവിൻ്റെ വേലയ്ക്ക് മാത്രം. വ്യത്യാസം മനസ്സിലായോ? ഈ യേശു നിങ്ങൾക്ക് വേണമോ? ഇവന് നിന്റെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിന്റെ ശാപം, ആദ്യം പോകുന്നത് നിന്റെ പാപം, പിന്നെ പോകുന്നത് നിന്റെ ശാപം. ഒരാളിൽ എങ്ങനെ ശാപം വരും? ദൈവവേലയ്ക്ക് നിർത്തിയിരിക്കുന്നവന് വിരോധമായി ചിന്തിച്ചാൽ സ്വർഗം പൊറുക്കുകയില്ല, വരുന്നത് ശാപമാണ്. 2 ദിനവൃത്താന്തം 27 ഐസ 41:8 യാക്കോബ് 2:23 ദൈവം തൻ്റെ സ്നേഹിതൻ എന്ന് സാക്ഷീകരിച്ച് ആബ്രഹാമിനെ നോക്കിക്കൊണ്ട് അവളുടെ സ്വന്തം മറിയാം എന്നുള്ള സ്ത്രീ, അവനിൽ കൂടി മാത്രമോ അത്ഭുതങ്ങൾ വെളിപ്പെടുകയുള്ളൂ, എന്നിൽ കൂടിയും അത്ഭുതം വെളിപ്പെടും, അവനിൽ കൂടി മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ എന്ന് അവളും കൂട്ടിന് അഹരോൻ കൂടാരത്തിൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞത് യഹോവ സ്വർഗത്തിലിരുന്ന് കേട്ട്. ആമേൻ. To defend his friend, God came down. സ്വർഗത്തിൽ നിന്ന് മോശെ ആരെന്ന് ഇവൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ യഹോവ ദൈവം ഇറങ്ങി വന്ന് ഇവിടെ കൂടാര വാതിൽക്കൽ വന്ന് നിന്ന് സ്ത്രീയെ വിളിച്ച് അപ്പം തന്നെ അവൾക്ക് കുഷ്ഠം പിടിച്ച്. പല ആളുകളുടെയും ശാപം കർത്താവിൻ്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി ചിന്തിക്കുന്നത് കൊണ്ട്. രണ്ടാമത് ജെരേമിയ 17:5 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ചു ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് മറന്ന് മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അത് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് ഈസിയാക്കി തരാം, ശ്രദ്ധിക്കണമേ. ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടു മാറിയിട്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആമേൻ. മനസ്സിലായോ? ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടു മാറി തൻ്റെ പുഷ്ടിയിൽ, തൻ്റെ പഠിത്തത്തിൽ, തൻ്റെ ജാതിയിൽ, തൻ്റെ പള്ളിയിൽ, തൻ്റെ സഹോദരൻ, തൻ്റെ ആൺമക്കളിൽ, തൻ്റെ പുഷ്ടിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശാപം മാറണമോ? ഉള്ളു തുറക്കണം. ഈ ഉള്ളിൻ്റെ അകത്ത് യേശു ഇറങ്ങണം. ആമേൻ. 1 സാമുവേൽ 18:1 the Bible says the soul of Jonathan knit together with the soul of David. ജോനത്താന്റെ മനസ്സും ജോനത്താന്റെ ഹൃദയം ദാവീദിന്റെ മനസ്സോട്, ഹൃദയത്തോട് പറ്റിച്ചേർന്ന്. ഇതുപോലൊരു വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:7 ഉണ്ട്. പൗലപ്പോസ്തലൻ എഴുതുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൃപയിൽ എനിക്ക് കൂട്ടാളികളായി തീർന്ന നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വഹിക്കുന്നു. ആമേൻ. വിശ്വാസികളെ പൗലോസ് എഴുതുന്നു, എൻ്റെ ഹൃദയത്തിൽ ഞാൻ വഹിക്കുന്നു. ജോനത്താൻ പറയുന്നു, ദാവീദിനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വഹിക്കുന്നു. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന് ഹൃദയത്തിൽ വസിക്കുവാൻ കഴിയുമെങ്കിൽ എപ്പോഴും നിന്റെ ഹൃദയവാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്ന യേശുവിന് നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എത്ര അധികം വഹിക്കുവാൻ കഴിയും. അങ്ങനെ ഹൃദയത്തിൽ വഹിക്കാതെ സ്വയാശ്രയം,
മനുഷ്യാശ്രയം, അവരെന്തെങ്കിലും തരും, ഇവരെന്തെങ്കിലും തരും എന്ന് അലയുന്നവൻ ശപിക്കപ്പെട്ടവൻ. മൂന്നാമത്, ആവർത്തന പുസ്തകം 27:16 അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നിന്റെ ഇച്ഛി സ്വന്തം കൈയെടുത്ത് മാറ്റിയ നിന്റെ അമ്മയെ നീ കരയിക്കരുത്. നിന്റെ ഇച്ഛി തൻ്റെ വലങ്കയെടുത്ത് കഴുകിത്തന്ന നിന്റെ അപ്പനെ നിന്ദിക്കരുത്. ഞാൻ ആളുകളെ കൊണ്ട് നിർത്തിത്തരാം. പ്രത്യേകിച്ചും വിവാഹ സമയത്ത് അപ്പനെയും അമ്മയും കരയിച്ചു ഓടിയ പെണ്ണുങ്ങളും ആണുങ്ങളും ഇന്ന് പേനായ റോഡുകളിൽ ഇങ്ങനെ അലയുന്ന ആളുകളെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിത്തരാം. കേട്ടോ, അപ്പന് വിരോധമായി അമ്മയ്ക്ക് വിരോധമായി കാല് അനക്കിക്കളയരുത്. ശാപം വിടത്തില്ല. നിനക്ക് നന്മ ഉണ്ടാകുവാൻ എഫെസ്യർ 6:1 കുശേലനെ കണ്ടാൽ തോന്നും കൊള്ളാം, കോമളവല്ലിയെ കണ്ടാൽ തോന്നും കൊള്ളാം. അത് നിന്റെ ആർഗന്റെ തുടിപ്പാണ്. 1ാം ക്ലാസ് 1 വർഷത്തോട് തീർന്നു, 8ാം ക്ലാസ് 1 വർഷത്തോട് തീർന്ന്. ഇത് ജീവിതം ഫുള്ളായി കൊണ്ട് നടക്കേണ്ടതാണ്. അപ്പനെയും അമ്മയും കരയിക്കരുത്. നിന്റെ ജീവിതത്തിൽ കരച്ചലിൽ തന്നെ തീരും. ഈ 12 വയസ്സായവർ ഒന്ന് എഴുന്നേൽക്കാമോ? 12 വയസ്സ്, നമ്മളുള്ള 13, 14 എഴുന്നേൽക്കാം. വിവാഹം ആകാത്തവർ വരെ 20, 19, 20, 30 വിവാഹം ആകാത്തത് വരെ, വിവാഹം ആകാത്തത് വരെ ഈ വചനം എൻ്റെ പൊന്ന് അനുജനനിയത്തിമാർ ഉള്ളു തുറന്ന് പറയണം. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം. അവസാനം ശ്രദ്ധിച്ച് കേൾക്കാം. അഭിഷക്തിന് വിരോധമായി ചിന്തിച്ചാൽ ശാപം വരും. അപ്പൻ്റെ വാക്കുകൾ നിനക്ക് കൽപ്പന, അമ്മയുടെ വാക്കുകൾ നിനക്ക് ഉപദേശം. അതിന് എതിരായി തിരിഞ്ഞാൽ ഒരു നന്മയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അവസാനം 5 മിനിറ്റ് എനിക്ക് തരണമേ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ചില ആളുകൾ വരുത്തി വച്ച ശാപം. ആമേൻ. അതറക്കുന്നില്ലല്ലോ. സെൽഫ് ഇമ്പോസ്ഡ് കർസ്. വാക്ക്, നിന്റെ പോക്ക്, നിന്റെ വാക്ക് സഹോദര, നിന്റെ വാക്ക് സഹോദരന്റെ വാക്ക് സഹോദര, നിന്റെ വാക്ക്, നിന്റെ പോക്ക്. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 26 നിന്റെ വാക്ക് കഴിഞ്ഞാണ്ടിനടം. ജെറമ്യ 7:3, 7:5 നിന്റെ പോക്ക് നീ നന്നാക്കണം. Bridle your tongue, amend your way, cars will go off. Bridle your tongue, amend your way. വാക്ക് കടിഞ്ഞാ ഇടാതിരുന്നാൽ ശാപം വന്ന് കുടിയിരിക്കുന്ന തലയിൽ. നിന്റെ പോക്ക് നന്നാക്കുക. 2 ഉദാഹരണം ബൈബിളിൽ ഇരുന്ന് വായിച്ച് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം. പഴയ നിയമഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1-ാം വചനത്തിലെ ഒരു ദൈവഭക്തന്റെ വീട്ടിൽ, യാക്കോബിന്റെ വീട്ടിൽ അവന്റെ ചാർച്ചക്കാരത്തി തുടരെ 6 കുട്ടികളെ പ്രസവിച്ചപ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു,
ഉൽപ്പത്തി 30:1 റാഗേൽ വന്ന് യാക്കോബിന്റെ കാളറിൽ പിടിച്ച്, കുഞ്ഞിനെ വെച്ചിട്ട് പോ, അല്ലെങ്കിൽ ഞാൻ ചാകും. കുഞ്ഞിനെ വെച്ചിട്ട് പോ. ഭയങ്കര അന്യഭാഷ, ഭയങ്കര പ്രാർത്ഥന. ഭർത്താവിന്റെ സ്ഥാനം കൊടുക്കാതെ അവന്റെ കാറിന് പിടിച്ചിട്ട് പറഞ്ഞ് ഐ വിൽ ഡൈ. ഇവൻ പിന്നെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം. ഞാൻ മരിക്കും, എനിക്ക് കുഞ്ഞിനെ താ, അവൾക്ക് 6 എണ്ണമുണ്ട്, ഇവൾക്ക് 8 എണ്ണമുണ്ട്. ആ വാക്ക് കഴിഞ്ഞാൻ ഇടാതിരുന്നാൽ ശാപം നിന്നെ വിഴത്തില്ല. അവൾ പറഞ്ഞ വാക്ക് അവൾക്ക് വരുത്തി വെച്ച ശാപം നിങ്ങൾക്കറിയാമോ? അവൾക്ക് കുഞ്ഞിനെ കൊടുത്തു ദൈവം, പക്ഷെ കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ വിടാതെ അവൾ മരിക്കേണ്ടി വന്ന്. മനസ്സിലായവർ കൈകളെ ഉയർത്തണം. Bridle your tongue. വാക്ക് പിടിച്ചടക്കുക. ജെറമ്യാ 7:3-7:5 മറ്റൊരു സ്ത്രീ ഡയന. ഉൽപ്പത്തി 34:1 സ്വന്തം സഹോദരന്മാർ ആൺകുട്ടികളെല്ലാം വയലിൽ അധ്വാനിക്കാൻ പോയി. ഇവൾ ലിപ്സ്റ്റിക്കും ഇട്ട് കൺമസിയും പൂശി നാട്ടിൽ ഇങ്ങനെ വിലസാൻ ഇറങ്ങി. ഈവനിങ് വാക്ക്. അവിടുത്തെ ദേശത്തിൻ്റെ പ്രഭു അന്യജാതിക്കാരൻ ഷേഗൻ തൂക്കിക്കൊണ്ട് പോയി വഷളാക്കി കളഞ്ഞു. പോക്ക് നന്നാക്കിയില്ലാത്ത അവളുടെ ജീവിതത്തിൽ ശാപം വന്ന്. വാക്കും പോക്കും നന്നാക്കിയാൽ വരുന്നത് അനുഗ്രഹമാണ്. ആകയാൽ യേശുവിൻ്റെ അടുക്കൽ വരിക, യേശുവിൻ്റെ അടുക്കൽ വരിക. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിന്റെ ക്ലേശം മാറും, സന്തോഷം ലഭിക്കും. വിശ്വാസം ഉള്ളവർ 2 കൈയും ഉയർത്തണം, ദൈവത്തെ സ്തുതിക്കണം. എനിക്കത് ദൈവം തന്ന്, എൻ്റെ ദുഃഖം മാറ്റി എനിക്ക് സന്തോഷം തന്ന്. എൻ്റെ 10, 10, 11 വയസ്സിനകം എൻ്റെ പിതാ എനിക്ക് നഷ്ടപ്പെട്ടു. മുകളിൽ ആകാശം, താഴെ മണ്ണ്. മുകളിൽ ആകാശം, താഴെ മണ്ണ്. അതിൽ നിന്ന് ദൈവം എൻ്റെ കൈക്ക് പിടിച്ച് ഉയർത്തി. 35 വർഷം സെൻട്രൽ ഗവൺമെൻറ്റിൽ സർവീസ് തന്ന്. ഇത് എങ്ങനെ സംഭവിച്ചു? യേശുവാൽ സംഭവിച്ചു. നിന്റെ ദുഃഖം സന്തോഷമാക്കുന്നവൻ. 2 കൊരിന്ത്യർ 12:10 when I am weak, Paul says I am strong. ബലഹീനനായി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ബലവാനാകുന്നു. നീ ബലഹീനനായോ? യേശുവിൽ വരിക, നീ ബലവാനായി തീരും. നിനക്ക് ക്ലേശമാണോ? യേശുവിൽ വരിക, നീ സന്തോഷവാനായി തീരും. നിനക്ക് കടമാണോ മകളെ? നിനക്ക് കടമാണോ മകനെ? യേശുവിൽ വരിക, നീ കടം കൊടുക്കുന്നവനായി തീരും. നിനക്ക് ശാപമാണോ സഹോദരി? നിന്നെയും ദൈവം അനുഗ്രഹിക്കും. നീ മറ്റവരെ അനുഗ്രഹിക്കുവാനും വിട്ടു നിർത്തും. ആമേൻ. അതാണ് യേശു നൽകുന്ന സ്വാതന്ത്ര്യം. ഭൂമിയെ ദൈവം ശപിച്ചു. മുളച്ചു വന്നത് മുള്ള് ദൈവം ഉണ്ടാക്കിയതല്ല. ദൈവത്തിൻ്റെ ശാപഫലമായി ഭൂമിയിൽ നിന്ന് ഉൽപ്പത്തി 3:18 മുളച്ചു വന്നത് മുള്ള്. ദൈവം സൃഷ്ടിച്ചത് അല്ല മുള്ള്. ശാപത്തിൻ്റെ അടയാളമാ മുള്ള്. 2000 ആണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൻ്റെ പാപം ചുമക്കുവാൻ അയക്കപ്പെട്ട കുഞ്ഞാട്, എല്ലാരാലും അറുക്കപ്പെട്ട കുഞ്ഞാട്, ഊനമില്ലാത്ത കുഞ്ഞാട്,
കടിഞ്ഞൂലായ കുഞ്ഞാട്, സന്ധ്യാസമയത്ത് അറുക്കപ്പെട്ട കുഞ്ഞാണ്, ഒരസ്ഥി പോലും ഉടഞ്ഞു പോകാത്ത കുഞ്ഞാട് ക്രൂസിലെ കെട്ടി. യോഹന്നാൻ 19:2 പടയാളികൾ ഈ മുള്ള് കൊണ്ട് ഒരു രാജമുടി ഗ്രീഡമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ച് ശാപം അവൻ്റെ തലയിലായി. അവൻ്റെ അടുക്കൽ വന്നാൽ നിന്റെ തലയിൽ ഉള്ള ശാപം അവൻ്റെ തലയിൽ ട്രാൻസ്ഫർ ആകും. 100 അല്ല 101% സത്യം. ഇത് ശാപം വിടാതെ ഇരിക്കാൻ കാരണം ഇന്ന് വന്ന് ഇനി വരുന്നത് അടുത്തൊരു പോലീസ് കേസിൽ അകപ്പെടുമ്പോഴാണ്. ഇന്ന് വന്ന് ഇനി വരുന്നത് മക്കളെ കണ്ടെഴുതിയപ്പോൾ ഇൻവിജിലേറ്റർ പിടിച്ച് പോലീസിൽ കൊണ്ടുപോകുമ്പോഴാണ്. ഇത് ആളുകൾ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ വരാതെ എൻ്റെ യേശുവിനെ, ഈ കുഞ്ഞാടിനെ സ്നേഹിച്ചു വന്നാൽ എൻ്റെ രോഗം മാറും, ശാപം മാറും, നിന്റെ പാപം അവൻ നീക്കിക്കളയും. അതാണ് ക്രിസ്തുവിൽ ഉള്ള സ്വാതന്ത്ര്യം. മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.